ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് വാട്സപ്പിൽ വരുന്ന അപ്ഡേറ്റുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലും പറയുമ്പോഴായിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലുള്ള അപ്ഡേറ്റുകൾ മാത്രമല്ല ഫോണിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതുവഴി ചെയ്യുവാനും സാധിക്കും. അതുപോലെ വാട്സപ്പിൽ ഇറങ്ങിയ പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറക്കരുത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന നല്ലൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്സപ്പിൽ കുറേ സെറ്റിംഗ്സുകൾ ഉണ്ട് എന്നുള്ളത് അല്ലേ. നമുക്ക് താഴെയായിട്ട് ചാറ്റ്സ്, അതുപോലെ തന്നെ അപ്ഡേറ്റ്സ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടെ ക്യാമറയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു QR എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ നമ്മൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നമ്മൾ പൈസ അയക്കാറുണ്ട്. പക്ഷേ ഇത് പല രാജ്യങ്ങളിലും ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള പേയ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ QR ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാങ്കിൻ്റെ സെർവറിലുമായിട്ട് കണക്റ്റ് ആവും. അതായത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സെൻഡ് ആൻഡ് റിസീവ് മണി സെക്യൂർലി റൈറ്റ് യു ചാറ്റ്. നമുക്ക് ചാറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് നമുക്ക് പേയ്മെൻറ്റ്സ് നടക്കാം. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് PNB ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ പറയുന്നുണ്ട് വെരിഫൈ യുവർ നമ്പർ വെരിഫൈ ചെയ്യാൻ വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് ഈ ബാങ്കിൻ്റെ സെർവറിലേക്ക് പോകും. അവരത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെരിഫൈ ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ QR തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗാലറി, താഴെയുള്ള ഗാലറീൻ്റെ ഓപ്ഷൻ കാണുന്നില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ, ഫോണിൻ്റെ ഗാലറിയിൽ ആ QR ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് വരും. എത്ര എമൗണ്ട് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തു നോക്കാം. ഇനി അടുത്ത പേയ്മെൻറ്റ് നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ.